ഓക്കെ, 2025 അപ്കമിങ് EVs. അപ്പോൾ EV വെഹിക്കിൾ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇങ്ങനത്തെ സെറ്റപ്പിലുള്ള വീഡിയോസ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എൻ്റെ അടുത്തുനിന്ന്. കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ ഫീൽഡിൽ പുതിയതാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നും. പക്ഷേ ഞാൻ 2020-2021 തൊട്ടേ EV വെഹിക്കിൾസ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരാളാണ്. ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു കെയർ ഓഫിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. 1 വീക്ക് കൂടെ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. 2025 വരുന്ന അപ്കമിങ് EVs നമുക്കൊരു ബഡ്ജറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. നമുക്കിപ്പം നിലവിൽ മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന വണ്ടികൾ നമുക്കിപ്പോൾ 10 ലക്ഷത്തിന് താഴെ നമുക്ക് ശരിക്കും എന്തുണ്ട്, കോമറ്റ് EV ഉണ്ട്, ടിയാഗോ EV ഉണ്ട്. ഇത് രണ്ടും 10 ലക്ഷം 11 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് 2025 മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള ഒരു വണ്ടിയായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന വണ്ടി പഞ്ച് EV. ടാറ്റയാണ് മൊത്തം പിടിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, പഞ്ച് EV ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് നെക്സോൺ EV. അതവിടെ നിൽക്കട്ടെ. 20 ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്ക് ഏത് EV കാർ മേടിക്കാൻ പറ്റും എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഒന്ന്, നെക്സോൺ EV. ഓക്കെ, ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ 45 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കൊക്കെ വന്നിട്ട് അറൗണ്ട് 350 കിലോമീറ്റർ റേഞ്ച് എങ്ങനെ പോയാലും കിട്ടുമെന്നും റേഞ്ച് ടെസ്റ്റൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നെക്സോൺ EV നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിയുമ്പോൾ നമ്മളെ ഗെയിം ചേഞ്ചർ എന്ന് പറയത്തക്ക രീതിയിൽ വന്ന MGയുടെ വിൻസർ EV, അത് നല്ലൊരു ഓപ്ഷനാണ്. 18 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ ഓൺ റോഡ് കിട്ടും. ഓക്കെ, നെക്സോൺ 19 ലക്ഷം 18,90,000 രൂപയ്ക്ക് നെക്സോൺ EV ഫുൾ ഓപ്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നെക്സോണിനെ കാട്ടി ഒരു പടി ബാറ്ററിക്കും ഒരു പടി റേഞ്ചിനും പുറകിലാണ് വിൻസർ EV. പക്ഷേ സ്പേസിൽ ആൻഡ് ഫീച്ചേഴ്സിൽ വിൻസർ EV കുറച്ച് മുൻപന്തിയിലാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ലൈക്ക് അറിയാലോ, ബാക്ക് സീറ്റ് നല്ല റിയർ കംഫോർട്ട് ഭയങ്കര അടിപൊളിയാണ് വിൻസർ EVയിൽ. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. നെക്സോണിൻ്റെ ടിപ്പിക്കൽ നമ്മൾ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു അത്ര സുഖം ഉള്ള ഇരിപ്പല്ല ബാക്ക് സൈഡിൽ. അതൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ മേടിക്കാനുള്ള 20 ലക്ഷത്തിന് മുകളിൽ നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റുന്ന വണ്ടി എന്ന് പറയുന്നത് MGയുടെ ZS EV. അതൊരു ഓപ്ഷനാണ്. പക്ഷേ അത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി. 2020 തൊട്ട് നമ്മൾ കണ്ടുവരുന്ന വണ്ടിയാണ്. ആയതുകൊണ്ട് തന്നെ കണ്ട് മടുത്തു. ലൈക്ക് അത് ഇച്ചിരി ഇതായിട്ട് വന്നു. അത് നമുക്ക് വിട്ടേക്കാം. അത് നമുക്ക് തൽക്കാലം ഫേസ് ലിഫ്റ്റ് വരുന്ന ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്കുള്ളത് ടാറ്റയുടെ തന്നെ കെർവ് EV. ഓക്കെ, കെർവിൻ്റെ EV നോക്കുന്നവർ ജസ്റ്റ് ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 മാസം ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കെർവിൻ്റെ ഡാർക്ക് എഡിഷൻ കിട്ടും. ഡാർക്ക് എഡിഷൻ IPLൻ്റെ ഈ വരുന്ന IPL സീസൺ 2025 ഒഫീഷ്യൽ കാറായിട്ട് കെർവിൻ്റെ ഡാർക്ക് എഡിഷൻ ടാറ്റ അനൗൺസ് ചെയ്യുന്നുള്ള റൂമർ നമ്മൾ കേട്ടു. മേ ബി ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് കെർവ് EVയുടെ ഡാർക്ക് എഡിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല എന്നല്ല. ഇനിയും ആദ്യം എനിക്ക് തോന്നുന്നു ഐസ് എഞ്ചിന് മാത്രമേ അവർ ഇറക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ EVയിലോട്ടും ഇറക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നില്ല. ഓക്കെ, അതോടെ നിൽക്കട്ടെ. കെർവ് EV 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കെർവ് EV എടുത്തിട്ടുണ്ടോ. 24 ലക്ഷം രൂപയ്ക്ക് കെർവിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് ഓൺ റോഡ് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഉള്ള EV ഏതാ? 25 ലക്ഷം രൂപയുടെ താഴെ പിന്നെ EV ഇല്ല ഗൈസ്. 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനും നമുക്കൊരു EV എടുക്കാൻ മാർക്കറ്റിൽ ബഡ്ജറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു EVയും കിട്ടാനുണ്ട്. പുതിയതായിട്ട് മഹീന്ദ്ര ഇറക്കിയ B6യുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് മോഡലിന് 21 ലക്ഷം രൂപയും അതിൻ്റെ മുകളിലുള്ള പാക്ക് 2 25 ലക്ഷം രൂപയും അത് കഴിഞ്ഞ് പാക്ക് 3 സെലക്റ്റിന് അറൗണ്ട് 28 ലക്ഷം രൂപയും ഫുൾ ഓപ്ഷന് 30-31 ലക്ഷം രൂപയാണ് നമ്മൾക്ക് വിത്ത് ചാർജർ കൊടുക്കേണ്ട റേറ്റ്. സോ അത് വെച്ച് നോക്കുമ്പോൾ കെർവിൻ്റെ ഫുൾ ഓപ്ഷനും B6യുടെ തേർഡ് വേരിയൻറ്റ് അതായത് പാക്ക് 3 സെലക്ട് എന്ന് പറഞ്ഞ മോഡലും കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ പോലും ഈ കെർവി കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും B6യിൽ 25 ലക്ഷം രൂപയുടെ വേരിയൻറ്റിലില്ല. അത് പിന്നെ ഉള്ളത് 28 ലക്ഷം രൂപയുടെ വേരിയൻറ്റില്ല. അപ്പോഴും 4-4.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് നമുക്ക് വന്നു. അതിനകത്ത് ഈ B6യുടെ ടോപ്പ് എൻഡ് മാത്രമേ ഈ പറഞ്ഞ 79 കിലോവാട്ടിൻ്റെ ബാറ്ററി കിട്ടുന്നുള്ളൂ. സോ അതും റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കെർവിനായിരിക്കും കുറച്ചുകൂടെ റേഞ്ച് കിട്ടുന്നതെന്ന് ഇങ്ങനെ പറയുന്നു റിയൽ ലൈഫിൽ. പക്ഷേ എനിക്കറിയില്ല, BYDയുടെ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊന്നും നമുക്ക് പുതിയതായിട്ട് കിട്ടില്ല. BYDയുടെ ബാറ്ററി നല്ല കിടിലൻ ബാറ്ററിയാണ്. ടാറ്റയുടെ പ്രിസ്മാറ്റിക് സെൽ എന്നാണ് ടാറ്റയുടെ പുതിയ ബാറ്ററി ടെക്നോളജിക്ക് പറയുന്നത്. അത് അടുക്കി വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയെങ്കിൽ BYDയുടെ ബാറ്ററി നമ്മൾ കണ്ട് വന്ന പ്രകാരം 0% ആണെങ്കിൽ പോലും വണ്ടി നല്ല ചടക്കെന്ന് പറഞ്ഞ് കിടന്ന് ഓടുന്ന ഒരു സ്വഭാവമുണ്ട് BYDയുടെ ബാറ്ററിക്ക്. ആ ഒരു സംഭവം ടാറ്റയുടെ ബാറ്ററിക്ക് ഇല്ല എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 59 കിലോവാട്ടും 55 കിലോവാട്ടും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ ചർച്ച ചെയ്ത് എവിടേക്കോ പോകുന്നുണ്ട്. അപ്കമിങ് EVs 2025 നോക്കുവാണെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ ഓൺ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വണ്ടിയായിരിക്കും ഹാരിയർ EV. 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ആയിരിക്കാം
എക്സ്പെക്റ്റഡ് ആണ് പറയുന്നത് 30 ലക്ഷം വരെ ആയിരിക്കാം എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 27-28 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബേസ് മോഡൽ കിട്ടും. അപ്പോൾ ടാറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 24 ലക്ഷം രൂപ ഓൺ റോഡ് കഴിഞ്ഞാൽ പിന്നെ ടാറ്റയ്ക്ക് മുകളിലോട്ട് വണ്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ട് EVകളില്ല. കർവാണ് ടോപ്പിൽ ഇപ്പം നിലവിലുള്ള വണ്ടി. ഇപ്പോൾ തന്നെ ഞാൻ പോയപ്പോൾ എത്ര നെക്സോൺ EV ഉണ്ട്. EV ശരിക്കും ടാറ്റയാണ് ഇന്ത്യയിലും, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ടാറ്റ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 24 ലക്ഷം രൂപ കഴിഞ്ഞാൽ പിന്നെ ടാറ്റയ്ക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ 2 വണ്ടികളാണ് ഈ വർഷം വരുന്നത്. ഒന്നാമത്തെ വണ്ടി ഈ വരുന്ന ആഴ്ച ഇറങ്ങുവാണ് ഹാരിയർ EV. നിങ്ങൾ ഓൾറെഡി വീഡിയോസൊക്കെ കണ്ട് കാണും. ഓൾ വീൽ ഡ്രൈവ് ഉള്ള ഭയങ്കര മാസീവ് എഫക്റ്റീവ് ലുക്കുള്ള ഫ്രണ്ടിലത്തെ ക്ലോസ് ഗ്രില്ലൊക്കെ വെച്ച ഹാരിയർ EV നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടും. രണ്ടാമത്തെ വണ്ടി ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് സന്തോഷം പറയാൻ സാധിക്കും. ലെജൻഡറി വണ്ടിയായിട്ടുള്ള സിയാറയുടെ EV. സിയാറയുടെ പെട്രോളും ഡീസലും EVയും എല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2026 ജനുവരി ഒക്കെ ആവാനാണ് സാധ്യത. ഡിസംബർ എന്ന് പറഞ്ഞാൽ പോലും 2025 ഡിസംബർ എന്ന് പറഞ്ഞാൽ പോലും 2026 ജനുവരി ഒക്കെ ആകുമ്പോഴേ നമുക്ക് EV കണ്ടെങ്കിലും തുടങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ആ ഒരു വണ്ടി ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഹാരിയർ തന്നെ അവിടെയുള്ള ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. B60 എന്താ പറയുക, B60 വെല്ലും വിധത്തിലുള്ള സംഭവങ്ങളൊക്കെ ഹാരിയർ EVയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ അതൊക്കെ ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഓൾ വീൽ ഡ്രൈവ് ആണ് ഈ സാധനം. സോ പ്രൈസ് ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട്. ഓൾ വീൽ ഡ്രൈവും ഫ്രണ്ട് വീൽ ഡ്രൈവും ആണോ അതോ ഫ്രണ്ട് വീൽ ഡ്രൈവ് അതോ റിയൽ വീൽ ഡ്രൈവ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൺഫർമേഷനായിട്ട് നമുക്ക് സ്പെക്ക് കിട്ടിയാൽ മാത്രമേ അറിയത്തുള്ളൂ. എനിവേ അതൊരു 35 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു EV ആയിട്ട് മാറും. അപ്പോഴും സിയാറ കൊണ്ടിടാൻ പോകുന്ന പ്ലേസിങ് ഒരു കൺഫ്യൂഷൻ ആണെങ്കിലും നമുക്ക് ചെറിയൊരു ഹോപ്പ് ഉള്ളത് കെർവിൻ്റെയും ഹാരിയറിൻ്റെ ഇടയ്ക്കായിരിക്കും സിയാറ കൊണ്ടിടുന്നത്. പക്ഷേ 2025 വണ്ടി മേടിക്കാൻ നോക്കി നിൽക്കുന്നവർക്ക് സിയാറ ഒരു ഓപ്ഷൻ ആയിരിക്കത്തില്ല. കാരണം അത് അടുത്ത വർഷത്തേക്കൊക്കെ വരത്തുള്ളൂ. സോ അത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. സിയാറയും ഈ പറഞ്ഞ പോലെ ഓൾ വീൽ ഡ്രൈവ് ഒക്കെ വെച്ചിട്ട് 25 ലക്ഷം രൂപയ്ക്കും 22 ലക്ഷം രൂപയ്ക്ക് 26 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്ക് കിട്ടാൻ പോകുന്ന ഒരു EV ആയിരിക്കും. സോ ഫുൾ ഓപ്ഷനൊക്കെ നമുക്ക് 30 ലക്ഷം രൂപയ്ക്ക് സിയാറ കിട്ടും. അത് B60 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡീലായിട്ട് കിട്ടും. കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ഈ കൂപ്പയുടെ പ്രശ്നം അതാണ്. ഈ എനിക്കതാ കൂപ്പെ എന്ന് പറയുന്നത് ഭയങ്കര ലുക്കാണ്. ബാക്ക് സൈഡിൽ നിന്നും പുറകിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നോക്കാം. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ അകത്തെ കംഫോർട്ട് ഭയങ്കര ശോകമാണ്. അതിപ്പം B60യുടെ തീരെ ശോകമാണ്. നമുക്ക് പുറകിൽ ഇരുന്ന് നല്ലപോലെ പോകാമെന്നൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട. ഫാമിലി കാർ എന്നുള്ള രീതിയിലല്ല, ഈ വീട്ടുകാരെയും വെച്ചോണ്ട് അമ്പലത്തിലും പള്ളിയിലും കല്യാണത്തിനൊക്കെ പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയും B60 മേടിക്കുന്ന ആൾക്ക് വേണ്ട. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാനത് നോക്കിയായിരുന്നു, നൈസായിട്ട് അങ്ങ് മാറ്റി. ഓക്കെ, പക്ഷേ ആ സൈഡിൽ നോക്കുമ്പോൾ കർവ് നോക്കുവാണെങ്കിൽ ഒരു പൊടി കർവിന് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു കംഫോർട്ട് ഫീല് നമുക്ക് തോന്നുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചാൽ B60 ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ വന്നു. ആ ക്വാർട്ടർ ഗ്ലാസ് ഭയങ്കര ചെറുതായി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി ഒക്കെ വരുന്നു എന്ന് കേൾക്കുന്നു ശ്വാസം മുട്ടിലൊക്കെ. എനിവേ അത് മാറ്റി നിർത്തിയാൽ കെർവിന് പിന്നെയും അത്രയ്ക്കില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ യൂസർ റിവ്യൂ എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാൻ എൻ്റെ വീട്ടുകാരെയും കൊണ്ട് പോയപ്പോഴും B60 അത്രയ്ക്ക് അങ്ങോട്ട് അവർക്ക് ദഹിച്ചില്ല. ഓരോരുത്തർക്കും പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ വണ്ടി ഓടിക്കാൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല കിടിലൻ വണ്ടിയും ഇതുപോലെ നല്ല പവറുള്ള വണ്ടിയും വേറെ ആ സെഗ്മെൻറ്റിലും ആ പ്രൈസ് റേഞ്ചിലും കിട്ടാനില്ല, അത് ഉറപ്പിച്ചു. പക്ഷേ അതിനെ പൊട്ടിക്കുന്ന വിധത്തിലാണ് ഹാരിയറിൻ്റെ ഓൾ വീൽ ഡ്രൈവ് 500 എണ്ണം ടോർക്കൊക്കെ ആയിട്ട് ഇറക്കുമെന്നാണ് കേട്ടത്. ഇറങ്ങിക്കഴിയുമ്പോൾ അറിയാം. എനിക്കത് ഓൾ വീൽ ഡ്രൈവിന് മാത്രമേ ഉള്ളൂ. അപ്പോഴും വണ്ടി 30-35 ലക്ഷം രൂപ ഓൺ റോഡ് വരുമെന്നും കേൾക്കുന്നു. ഓക്കെ, അതവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന അപ്കമിങ് രണ്ടാമത്തെ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ കാരൻസ് EV. ഓക്കെ, ക്രെട്ട EV നമ്മൾ കണ്ടു. ആ ക്രെട്ടയുടെ സെയിം ബാറ്ററി പാക്കും സെയിം പവർ ഓപ്ഷനിലും വരുന്ന കിയയുടെ EV ആണ്. കിയയുടെ ബഡ്ജറ്റിലുള്ള ആദ്യത്തെ EV ആണ്. കിയയ്ക്ക് ഓൾറെഡി EV ഉണ്ട്. ഏതായിരുന്നു കിയയുടെ EV? നമ്മുടെ EV6. അത് 60 ലക്ഷം രൂപയ്ക്ക് ഇറക്കിയ വണ്ടി. അതൊന്നും ആരും അങ്ങനെയൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബഡ്ജറ്റിൽ കിയ ഇറക്കാൻ പോകുന്ന കിയയുടെ സ്വന്തം MPV എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വണ്ടിയാണ് കാരൻസ് EV. ആ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 7 സീറ്റർ ആയിരിക്കും, ചിലപ്പോൾ 6 സീറ്റർ ആയിരിക്കും, ക്യാപ്റ്റൻ സീറ്റൊക്കെ വെച്ചിട്ട്. ഈ പറഞ്ഞ സെയിം ഓപ്ഷൻ എനിക്ക് ഒരു 300-350 കിലോമീറ്റർ എന്തായാലും ഓടാൻ കഴിവുള്ള ഒരു EV ആയിരിക്കും കാരൻസ് EV. ഈ പറഞ്ഞ കെട്ടയുടെ താഴെ ആയിരിക്കും കാരൻസ് EV പ്ലേസ് ചെയ്യാൻ പോകുന്നത്. 25-26 ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന 7 സീറ്റർ 6 സീറ്റർ EV ആയിരിക്കും കാരൻസ് EV. അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അത് EV5 എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട് നമ്മുടെ കിയയ്ക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ല, നാട്ടിലില്ല. ആ വണ്ടിയുടെ ഒരു ചായ്വ് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഒരു ഫേസ് കട്ടൊക്കെ ഈ വണ്ടിക്ക് ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നു. സോ അതൊരു നല്ല ഓപ്ഷനായിട്ട് നമുക്ക് കണക്കൂട്ടാം. നാനോ EV വരുമോ, വാഗണർ EV വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോ ചാൻസ്. സുസുക്കിയുടെ ഭാഗത്തുനിന്ന് E-Vitara വരുന്നുണ്ട്. E-Vitara നമ്മളെല്ലാം കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്റ്റീരിയർ. എനിക്ക് പേഴ്സണലി അതിൻ്റെ എക്സ്റ്റീരിയർ അത്ര സൂചിച്ചില്ല.
പക്ഷേ ഇൻറ്റീരിയർ വൈസ് നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമാണ്. അതുപോലെ തന്നെ ഈ വിറ്റാര ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങുന്ന അടുത്ത ടൊയോട്ടയുടെ വണ്ടിയായിരിക്കും അർബൻ ക്രൂയിസർ EV. അതിൻ്റെ പേര് ശരിക്കും വരുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. സെയിം പ്രൈസിൽ ഒരു 50,000-60,000 രൂപ ഡിഫറൻസിൽ ടൊയോട്ട ഇറക്കാൻ പോകുന്ന വണ്ടിയായിരിക്കും അർബൻ ക്രൂയിസർ EV. സെയിം 400 കിലോമീറ്റർ ഒക്കെ ഓടാൻ, അല്ലെങ്കിൽ 400-500 കിലോമീറ്റർ ഒക്കെ ഓടാൻ കഴിവുള്ള ഒരു EV ആയിരിക്കും അർബൻ ക്രൂയിസർ EV. ഇതും ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് EV വണ്ടികൾ ഭയങ്കര ക്രേസാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഞാൻ കൂടെ വീഡിയോയും കൂടി ഇട്ട് നിങ്ങളോട് സംസാരിക്കാം, ഷെയർ ചെയ്യാം. എനിക്ക് എന്തായാലും വേണ്ടാതൊക്കെ റിസർച്ച് ചെയ്ത് എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചു. ഞാനിത് എൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ അവർക്ക് ഈ വണ്ടിയെ പറ്റിയൊന്നും വലിയ അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളാകുമ്പോൾ നിങ്ങളോട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാമല്ലോ. അതായത് ഞാൻ വിചാരിച്ച് വണ്ടിയുടെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് എപ്പിസോഡായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക എൻ്റെ EV ജേണിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി തൊട്ട് EV വണ്ടികളുടെ റിവ്യൂസും സംഭവങ്ങളൊക്കെ ഇടാമെന്ന് പ്രതീക്ഷിക്കുവാണ്. ഫ്യൂച്ചർ ഈസ് EV ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും എക്സോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അതില്ലെന്ന് പറഞ്ഞാലും ഇതില്ലെന്ന് പറഞ്ഞാലും നേച്ചറിനെ സ്നേഹിക്കാനും സഹായിക്കാനൊന്നും അല്ല. പക്ഷേ ഫ്യൂച്ചർ ടെക്നോളജി ഈസ് EV. അല്ലെങ്കിൽ പിന്നെ ഹൈബ്രിഡ്, എത്ര കമ്പനികൾ ഹൈബ്രിഡ് ഇറക്കുന്നുണ്ട്? ആരും ഇറക്കുന്നില്ല. ടൊയോട്ട പോലും ചെറുതായിട്ട് മടിച്ചിരിക്കുകയാണ്. സുസുക്കി ഇറക്കി തുടങ്ങി. അപ്പോൾ പിന്നെ ഇനിയിപ്പം ബാക്കിയുള്ള എല്ലാ വണ്ടികളും പതുക്കെ EVയിലോട്ട് സ്വിച്ച് ആവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി ഏതെങ്കിലും വണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ഉറപ്പായിട്ട് പരിഗണിക്കുക. കാരണം അപ്കമിങ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അതുവരേക്കും